ഹല്ലേലൂയാ. ഈശോയ്ക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തുകൊണ്ട് പറ, ഈശോയ്ക്ക് നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞു കൊടുത്തേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഈശോയ്ക്ക് നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ പുറത്തും നോക്കുന്ന ചിലർ പറയും, വേറെ പണിയൊന്നും ഇല്ലേ, നീ എന്തിനാ അങ്ങോട്ട് എപ്പോഴും പോകുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നതൊക്കെ ചോദിക്കും. അവർക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. ആത്മീയമായി ഉൾക്കാഴ്ചയുള്ളവർക്ക് മാത്രമേ വചനത്തിൻ്റെ ഉൾപ്പരുകൾ മനസ്സിലാക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം, ദൈവത്തിന് നമ്മളെ അത്രമേൽ സ്നേഹമാണ്. ദൈവത്തിന് നമ്മളെ ഇത്രമേൽ സ്നേഹമുള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകും, കടബാധ്യതകളുണ്ടാകും, ചില നാണക്കേടുകൾ ഉണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ ഞെട്ടരുത്. ഈ വചനം എടുത്ത് വായിച്ചോണം. ഏത് വചനം? യോഹന്നാന്റെ സുവിശേഷം 11:3. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ദൈവം സ്നേഹിക്കുന്നവർക്കും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടാകും.